ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം 1201 മലയാള മാസ പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത്. 1201 ആണ്ട് മലയാള പുതുവർഷ ഫലം. അതിൽ അവിട്ട നക്ഷത്രത്തെ പറ്റിയാണ് ഞാനിന്നിവിടെ സൂചിപ്പിക്കുന്നത്. അവിട്ട നക്ഷത്രം 2 കൂറിൽ വരും. മകരക്കൂറിലും കുംഭക്കൂറിലും വരും. അവിട്ടം പകുതി മകരക്കൂറിലും അതിൻ്റെ പകുതി കുംഭക്കൂറിലാണ് വരുന്നത്. അപ്പോൾ മകരക്കൂറിലെ അവിട്ട നക്ഷത്രം മകരക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വേഴം ഇവർക്ക് 6ലാണ് വരുന്നത്. ധനകാരകനായ വേഴം അല്ലെങ്കിൽ സർവേശ്വരകാരകനായ വേഴം 6ൽ വരുന്നത് ദോഷം ചെയ്യും. ശുഭഗ്രഹങ്ങൾ 6ൽ നിൽക്കുന്നത് നല്ലതല്ല. വേഴം ശുഭഗ്രഹമാണ്. അപ്പോൾ 6ൽ നിൽക്കുന്ന 6 എന്ന് പറഞ്ഞാൽ ശത്രുസ്ഥാനമാണ്, രോഗത്തിൻ്റെ സ്ഥാനമാണ്. ശത്രുപീഡകൾ ഉണ്ടാകാം, രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകാം, ശത്രുക്കളിൽ നിന്നും ദോഷം ഉണ്ടാകാം, ശത്രുക്കളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാം. പിന്നെ രോഗത്തിൻ്റെ സ്ഥാനം, രോഗം എന്ന് പറഞ്ഞാൽ അത് രോഗം ഉള്ളവർക്കാണെങ്കിൽ രോഗശാന്തി കിട്ടാൻ താമസം വരാം, അല്ലെങ്കിൽ പുതിയതായിട്ട് കഫസംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ കൂടുതലായിട്ട് വരാം. അങ്ങനെയെല്ലാം വേഴം 6ൽ വരുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ദോഷാനുഭവങ്ങളാണ് തരുന്നത്. ഇനി കുംഭക്കൂറിലെ വേഴം, കുംഭക്കൂറിൽ വേഴം 5ലാണ് വരുന്നത്. കുംഭക്കൂറുകാർക്ക് വേഴം 5ലാണ് വരുന്നത്. 5 എന്ന് പറഞ്ഞത് സന്താന സ്ഥാനമാണ്. അപ്പോൾ 5ലെ വേഴം സന്താന സ്ഥാനത്ത് ഗുണം ചെയ്യും. 5ലെ വേഴം സന്താന സ്ഥാനത്ത് ഗുണം ചെയ്യും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും, സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളുണ്ടാവും, സന്താനങ്ങളെ കൊണ്ട് മനസ്സുഖമുണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് ക്ലേശിക്കാനായിട്ടുള്ള ഇട വരില്ല. അപ്പോൾ അതുകൊണ്ട് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 5ൽ വരുന്നത് എപ്പോഴും നല്ലതാണ്. മറ്റൊന്ന് ശനിയാണ്. ശനി മകരക്കൂറുകാർക്ക് 3ലാണ് വരുന്നത്. കുംഭക്കൂറുകാർക്ക് 2ലും വരും. അപ്പം ശനി മകരക്കൂറിൽ 3ൽ വരുന്നത് നല്ലതാണ്, അത് ഗുണകരമാണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 6, 11 നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും. അപ്പം ശനി പാപഗ്രഹമാണ്. ശനി 3ൽ നിൽക്കുന്നത് ഗുണം ചെയ്യും. 3 എന്ന് പറഞ്ഞാൽ സഹോദര സ്ഥാനമാണ്. സഹോദര സ്ഥാനത്ത് ശനി നിൽക്കുന്നത് 3ൽ നല്ലതാണ്. സഹോദര സ്ഥാനീയർ തമ്മിൽ നല്ല അടുപ്പവും സഹോദരങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനും ബന്ധുമിത്രാദികൾ വഴി സഹോദര സ്ഥാനീയരിൽ നിന്ന് അവർക്ക് ആനുകൂല്യങ്ങൾ വരാനുമൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ കുംഭക്കൂറുകാർ, ശനി കുംഭക്കൂറിൽ നിൽക്കുമ്പോൾ 2ലാണ് വരുന്നത്. ശനി 2ലാണ് ഇവരെ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്നത്. അത് 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്. ധനസ്ഥാനത്ത് നേട്ടങ്ങൾ ഉണ്ടാകില്ല, കോട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം ധനനഷ്ടങ്ങൾ ഉണ്ടാകും. 2 കുടുംബസ്ഥാനമാണ്. കുടുംബസ്ഥാനത്ത് ദോഷങ്ങൾ ഉണ്ടാകും. കുടുംബ കലഹങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ വാക്ക് ദോഷങ്ങൾ, വാക്കിൻ്റെ സ്ഥാനവും കൂടിയാണ് 2. അപ്പം 2ലെ ശനി വാക്ദോഷങ്ങൾ ഉണ്ടാക്കാനും വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കാനും കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കാനും ഒക്കെ ഈ അവിട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് കൂടാതെ രാഹു മകരക്കൂറുകാരെ സംബന്ധിച്ച് 2ലും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ രാഹു മകരക്കൂറുകാരെ സംബന്ധിച്ച് 2ൽ നിൽക്കുന്നത്, 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്. അപ്പോൾ ധനസ്ഥാനത്ത് രാഹു നിൽക്കുമ്പോൾ, പാപഗ്രഹം നിൽക്കുമ്പോൾ അവിടെ ധനനഷ്ടങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും, ധനക്ലേശങ്ങൾ ഉണ്ടാകും, ധനപരമായ ബുദ്ധിമുട്ടുകളും ഈ വർഷം, ഈ പുതുവർഷത്തിൽ രാഹു മകരക്കൂറുകാർക്ക് 2ൽ നിന്നാൽ വന്ന് സംഭവിക്കാവുന്നതാണ്. പിന്നെ രാഹു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലാണ് വരുന്നത്. കുംഭക്കൂറിലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ കുംഭക്കൂറിൽ ജന്മത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ രാഹു നിൽക്കുന്നത് ദോഷാനുഭവങ്ങൾ ആണ് തരുന്നത്. അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും അതേപോലെ തന്നെ ദുരിതങ്ങളും ഉണ്ടാകാനായിട്ടുള്ളതാണ് സാധ്യത. കൂടാതെ കേതു മകരക്കൂറുകാർക്ക് 8ലും കുംഭക്കൂറുകാർക്ക് 7ലും നിൽക്കുന്നതിന് അത് 2ഉം അത്ര നല്ലതല്ല. മകരക്കൂറുകാർക്ക് 8 എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിലാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ അത് ആയുസിൻ്റെ ഭാവമാണ്.
അപ്പോൾ അപകടഭീതി, പതനഭയം, മരണഭയം ഇതെല്ലാം ഈ മകരക്കൂറുകാർക്ക് കേതു 8 വരുമ്പോൾ അനുഭവത്തിൽ വരുന്നതാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കേതു 7 വരുന്നത്. 7 എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ബന്ധം സൂചിപ്പിക്കുന്ന ഭാവമാണ്, ഭാര്യ ഭർത്തൃ ബന്ധം സൂചിപ്പിക്കുന്ന ഭാവമാണ്, സ്ത്രീ സൗഖ്യം ചിന്തിക്കുന്ന ഭാവമാണ്. അപ്പോൾ ഈ കേതു 7 വരുന്നത് ദാമ്പത്യ സുഖഹീനത, കുടുംബ കലഹങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉലച്ചിൽ, ഭാര്യ ഭർത്തൃ തർക്കങ്ങൾ ഇതെല്ലാം ഈ കേതു 7 നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ, പൊതുവെ നോക്കുമ്പോൾ അവിട്ടം നക്ഷത്രക്കാർക്ക് ഗുണവും ദോഷവും ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷാനുഭവങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇവർ പ്രീതിക്കായിട്ട്, ഈശ്വര പ്രീതിക്കായിട്ട്, അല്ലെങ്കിൽ ഇവർ പരിഹാരമായിട്ട് ചെയ്യേണ്ട കർമ്മം വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി പോകണം. വിഷ്ണുവിന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുവിന് തുളസിമാല ചാർത്ത, വിഷ്ണുവിന് അല്ലെങ്കിൽ കൃഷ്ണന് വെണ്ണ നിവേദിക്കുക, തുളസിമാല ചാർത്ത, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക, പാൽപ്പായസം നിവേദ്യം നടത്തുക. ഇതെല്ലാം വിഷ്ണുവിന് പ്രീതികരമാണ്. അതുകൂടാതെ ശനീശ്വര പ്രീതിക്കായിട്ട് ശാസ്താവിന് എള്ള് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, എള്ള് നിവേദ്യം വെക്കുന്നത് നല്ലതാണ്, ശനീശ്വര പൂജ നടത്തുന്നത് നല്ലതാണ്. അതുകൂടാതെ നാഗക്ഷേത്രങ്ങളിൽ നാഗരാജാവിന്, നാഗേശ്വരമ്മക്ക് വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.